ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വിവിധതാക്ക അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ, ഫിൻടെക് മേഖലകളിലെ പുരോഗതി രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച ഭാവി സമ്മാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകീകൃത സിവിൽ കോഡ് പാസാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇന്നു മുതൽ വിരനശീകരണ ഗുളിക വിതരണം ചെയ്യും. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് ഇന്ന്. ബലൂചിസ്ഥാൻ ഇരട്ട സ്ഫോടനത്തിൽ 26 മരണം. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ആത്മീയാചാര്യൻ ശ്രീല പ്രഭുപാദിന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീല പ്രഭുപാദിന്റെ സ്മരണാർത്ഥം സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. വൈഷ്ണവ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ഗൌഡിയ മിഷന്റെ സ്ഥാപകനായിരുന്നു ആചാര്യ ശ്രീല പ്രഭുപാദ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി നൽകി. തന്റെ സർക്കാർ ധീരവും വികസനോന്മുഖവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. UPA ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ ഇന്ത്യ, ഫിൻടെക് മേഖലകളിലെ പുരോഗതി അടുത്ത 5 വർഷം രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച ഭാവി സമ്മാനിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യവസായം, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, ഗോത്ര സംരക്ഷണം തുടങ്ങി സമസ്ത മേഖലകളിലും NDA സർക്കാർ സ്വീകരിച്ച നിർണായക തീരുമാനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും ശ്രീ മോദി പറഞ്ഞു. വികസിത ഭാരത് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ലെന്നും രാജ്യപുരോഗതിക്കായുള്ള വിപുലമായ പദ്ധതിയാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെയും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികൾ വാക്കൌട്ട് നടത്തി. പിന്നീട് ചില പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികൾ നിരാകരിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയം സഭ അംഗീകരിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം 1-ന് പാർലമെന്റിൽ അവതരിപ്പിച്ച 2024-25 ഇടക്കാല കേന്ദ്ര ബജറ്റിന്മേൽ രാജ്യസഭ ഇന്നലെ ചർച്ച നടത്തി. YSR കോൺഗ്രസ് പാർട്ടിയിലെ വി വിജയസായി റെഡ്ഡിയാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. 47,65,000 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചതിന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചു. ധനകമ്മി 5.8% നിന്ന് 5.1% കുറയ്ക്കാനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ശ്രീ റെഡ്ഡി പറഞ്ഞു. അതേസമയം ഈ ബജറ്റ് പ്രധാനമായും വായ്പയെയും കടത്തെയും ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസിലെ ജവഹർ സർക്കാർ അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നുവെന്ന് BJP അംഗം ഘനശ്യാം തിവാരി പറഞ്ഞു. 4 ദിവസത്തെ സാംസ്കാരിക മഹോത്സവം വിവിധതാക്ക അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക സമ്പന്നത പ്രദർശിപ്പിക്കുന്ന പരിപാടിയിൽ നിരവധി പരമ്പരാഗത കലാകാരന്മാരും സംരംഭകരും പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. പരമ്പരാഗത കരകൌശല വസ്തുക്കൾ, കൈത്തറി, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുക, വടക്ക് കിഴക്കൻ മേഖലയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള ചാലകശക്തിയായി വർത്തിക്കുക എന്നതാണ് വിവിധതാക്ക അമൃത് മഹോത്സവ് ലക്ഷ്യമിടുന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഉദ്യാൻ ഉത്സവ് 2024ന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വടക്ക് കിഴക്കൻ മേഖലാ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി പങ്കെടുക്കും. വടക്ക് കിഴക്കൻ മേഖലയിലെ 300-ലധികം നെയ്ത്തുകാരും കരകൌശല തൊഴിലാളികളും കർഷകരും സംരംഭകരും മഹോത്സവത്തിന്റെ ഭാഗമാകും. കൂടാതെ 20-ലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സംസ്കാരങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ സമ്പന്നമായ വൈവിധ്യം പരിപാടിയിൽ പ്രദർശിപ്പിക്കുമെന്ന് വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഇല്ലാതെ രാവിലെ 10 മുതൽ രാത്രി 8 വരെ പ്രദർശനം സന്ദർശിക്കാനും അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏകീകൃത സിവിൽ കോഡ് പാസാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. നിയമസഭയിൽ 10 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബിൽ പാസാക്കിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതോടെ രാജ്യത്ത് പൊതു സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ വിവേചനം
ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം പൊതു സിവിൽ കോഡ് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ഭേദഗതികൾ ആവശ്യമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയെങ്കിലും സഭ പരിഗണിച്ചില്ല. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക വിതരണം ചെയ്യും. വളർച്ചയെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന പൊതുജനാരോഗ്യ പ്രശ്നമായ വിരബാധയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളുകളും അംഗനവാടികളും വഴി വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളിക നൽകി വരുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ഗുളിക കഴിക്കുവാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ഈ മാസം 15-ന് ഗുളിക നൽകുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. റിസർവ് ബാങ്കിന്റെ ഫെബ്രുവരി മാസത്തെ ധനനയം RBI ഗവർണർ ശക്തികാന്ത ദാസ് ഇന്ന് പ്രഖ്യാപിക്കും. ഇത്തവണയും പലിശ നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 5 തവണയും അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് ധനനയം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഡൽഹി ജന്തർ മന്ദിറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തും. രാവിലെ കേരള ഹൌസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ തുടങ്ങിയവർ ജാഥയായി സമരവേദിയിലേക്കെത്തും. കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് സമരത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്ന് ഡൽഹിയിൽ നടത്തുന്ന സമരം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രചാരണത്തിനായി കേരളത്തിലെ സർക്കാർ ഉപയോഗിക്കുന്നതായും ശ്രീ മുരളീധരൻ ആരോപിച്ചു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മുൻ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്നിവർക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യയ്ക്ക് പരാജയം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഞായറാഴ്ച നടന്ന മത്സരത്തിലും നെതർലാൻഡ്സിനോട് ഇന്ത്യ 1-3 പരാജയപ്പെട്ടിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2ാം സെമി ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിൽ 16ാമത് നാഷണൽ അസംബ്ലിയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് ഇന്ന്. 265 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. 4 പ്രവിശ്യ അസംബ്ലികളിലേക്കുള്ള 590 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, ബിലാവൽ ഭൂട്ടോയും ആസിഫ് അലി സർദാരിയും നയിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. 2018-ലെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ഇമ്രാൻഖാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനാൽ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 26 പേർക്ക് ജീവഹാനി. പാകിസ്ഥാനിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ട് സ്ഫോടനമുണ്ടായത്. ബലൂചിസ്ഥാനിലെ പിഷിനിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് മുന്നിലാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. ഗാസയിൽ വെടിനിർത്തലിനുള്ള ഹമാസിന്റെ നിർദ്ദേശം തള്ളി ഇസ്രായേൽ. മാസങ്ങൾക്കുള്ളിൽ ഗാസയിൽ സമ്പൂർണ്ണ വിജയം സാധ്യമാകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും സമ്പൂർണ്ണ വിജയമല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വിവിധതാക്ക അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ, ഫിൻടെക് മേഖലകളിലെ പുരോഗതി രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച ഭാവി സമ്മാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകീകൃത സിവിൽ കോഡ് പാസാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇന്നു മുതൽ വിരനശീകരണ ഗുളിക വിതരണം ചെയ്യും. പാകിസ്ഥാനിൽ പൊതു തിരഞ്ഞെടുപ്പ് ഇന്ന്. ബലൂചിസ്ഥാൻ ഇരട്ട സ്ഫോടനത്തിൽ 26 മരണം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.